ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് ഞായറാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. നല്ല പെടച്ചടി ഫീൽ ചെയ്യും, ഒന്നും വിചാരിക്കരുത്. നമ്മുടെ ഷോപ്പിൽ പോകുന്നിടം വരെ ഞാൻ റെഡിയായി പോകുന്നിടം വരെയാണ്. അപ്പം ഇന്ന് ഇറച്ചിയാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ മേടിച്ചിട്ട് അതിന് വെക്കാനുള്ള സാധനങ്ങളെല്ലാം പിന്നെ ചോറ് ഇതാണ് കേട്ടോ വയ്ക്കുന്നത്. അങ്ങനെ ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അതിനെല്ലാം കഴുകി വൃത്തിയാക്കി രണ്ട് സെക്ഷൻ ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചിക്കറിക്ക് ഒന്ന് ഫ്രൈ ചെയ്യാനുമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്തു ഫ്രൈ ചെയ്യാനുള്ളത് ഞാൻ ഇച്ചിരി അരിപ്പൊടി ഇടും കേട്ടോ. എൻ്റെ ചിക്കൻ ഫ്രൈക്കൊരു ടേസ്റ്റ് ഉണ്ട്, അതെന്ന് വെച്ചാൽ അരിപ്പൊടി ഇടും കേട്ടോ, അതാണ് ചേർക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ അകത്ത് ചേർത്ത് എന്നിട്ട് രണ്ട് ചിക്കനിലും മസാല പുരട്ടി നല്ല കണക്ക് സെറ്റാക്കി നമ്മൾ വെച്ചു കേട്ടോ. കറി മസാല, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി ഇടത്തില്ല, അങ്ങനെ എല്ലാവർക്കും സെറ്റാക്കി വെച്ചു. എന്നിട്ട് അടുപ്പത്ത് കടായി വെച്ചിട്ട് ചൂടാക്കി ഉലുവ, കറിവേപ്പില, പിന്നെ പച്ചമുളക്, പിന്നെ നമ്മുടെ സവാള ഇട്ട് വഴട്ടി കേട്ടോ. വഴട്ടിയിട്ട് ഞാൻ ഒക്കെ നാണൊക്കെ വീഡിയോ എടുത്തതാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് പോകണമല്ലോ, ഷോപ്പിലോട്ട് പോകണം, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് നിന്ന് വീഡിയോ എടുക്കാമല്ലോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. അതും നല്ല രീതിക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇളക്കി കൊടുക്കണം. എന്ന് വെച്ചാൽ സവാള നല്ല കണക്ക് എന്ത് ചെയ്യണം, ഈ എണ്ണയിൽ കിടന്ന് നല്ല കണക്ക് മൂത്താൽ മാത്രമേ കറിക്കൊരു ടേസ്റ്റ് വരുള്ളൂ. പിന്നെ ഇക്ക പറയും കൊച്ചുള്ളി ഇടണ്ടെന്ന്, പക്ഷെ ഞാൻ ഇടും കേട്ടോ. ഒരു 10-12 കൊച്ചുള്ളി അതും ഇട്ടു കേട്ടോ. പിന്നെ അതിന് ശേഷം തക്കാളി ഇട്ടു, 2 തക്കാളി, അത് നല്ല നാടൻ തക്കാളിയായിരുന്നു കേട്ടോ കിട്ടിയത്. അങ്ങനെ ആ തക്കാളിയും ചേർത്തു. മറ്റേ വരവ് തക്കാളിയും കട്ടിയിട്ട് നാടൻ തക്കാളിയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്. അത് നമ്മൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോഴത്തേക്കും എൻ്റെ മോള് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ, എണ്ണ പുരട്ടേന് ഇടിയപ്പം വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇടിയപ്പമാണെന്ന് ഉണ്ടാക്കിയത്. രാവിലത്തെ കാപ്പിക്ക് ചിക്കൻ കറിയും കൂടി ഉണ്ടല്ലോ, അങ്ങനെ ഇടിയപ്പം വെച്ചു, അത് സെറ്റാക്കി. അപ്പോഴത്തേക്കും സവാളയും തക്കാളിയൊക്കെ ഇതാക്കി. അപ്പോൾ ഇത്തിരി മാവ് ബാലൻസ് വന്നു. അതിൻ്റെ അകത്ത് ഇത്തിരി പഞ്ചസാരയും തേങ്ങയൊക്കെ വെച്ചിട്ട് താണ്ട് ഇങ്ങനെ നമ്മൾ എന്തൊരു കൊഴുക്കട്ട പോലൊരു സംഭവമാണ് കേട്ടോ. അത് ഞാൻ ഇങ്ങനെ വെക്കും, എനിക്ക് ഇക്കാക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇഡ്ഡലി പാത്രം അടച്ചു. അതിനുശേഷം ബാക്കിയുള്ള മസാലപ്പൊടികൾ, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇളക്കി കൊടുത്തു. ഇത്തിരി ഇട്ട് ഇളക്കും കേട്ടോ, എല്ലാം ഇട്ടിട്ട്. പിന്നെ കറി മസാല ഇട്ട് ഇളക്കി. അതിനുശേഷം മല്ലിപ്പൊടി ഇട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് നമ്മൾ കുറച്ച് സമയവും കൂടി എന്ത് ചെയ്യും, വേവിക്കും. വീണ്ടും എടുത്ത് അടപ്പ് തുറന്ന് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും അതിനെ നല്ല കണക്ക് സെറ്റാക്കും. പിന്നീട് നമ്മൾ ഇറച്ചി അങ്ങോട്ട് തട്ടി കൊടുക്കണം കേട്ടോ. ഇറച്ചി തട്ടി കൊടുത്തിട്ട് നമ്മൾ നല്ല കണക്ക് വീണ്ടും എന്ത് ചെയ്യണം, അതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്താലേ ഈ ഇറച്ചിക്കകത്ത് ഈ മസാല എല്ലാം പിടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു കറിയുടെ ഒരു കളറായി വന്ന് പിന്നെ അടപ്പ് വെച്ച് അടയ്ക്കണം. അതിനുശേഷം വീണ്ടും തുറക്കണം കേട്ടോ. നമ്മൾ ചിക്കൻ കറി വയ്ക്കാൻ ഒരുപാട് മെനക്കേടുണ്ട്, നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. വീണ്ടും ഇച്ചിരി ചൂടുവെള്ളമാണ് കേട്ടോ, ചൂടാക്കി വെച്ചിരുന്ന വെള്ളം അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് വീണ്ടും അടപ്പ് വെച്ച് അടച്ചിട്ട് പിന്നെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ഇടിയപ്പവും ആ കൊഴുക്കട്ടയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോൻ അവിടെ നിന്ന് പഠിക്കുകയാണ് കേട്ടോ. എന്നെ ശല്യപ്പെടുത്തത്തില്ല, എൻ്റെ മക്കൾ അങ്ങനെയാണ്. ഞാൻ പോകുന്നേ കൊണ്ട് ഷോപ്പിലോട്ട് അവർക്ക് ഞാനല്ലേ എല്ലാം വേവിച്ച് കൊടുത്ത് അവരെ നോക്കുന്നേ കൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ തനിയെ പോയിരുന്ന് വർക്ക് ചെയ്യും. അങ്ങനെ അവൻ്റെ സ്കൂൾ ഹോംവർക്ക് അവൻ ഇങ്ങനെ ഇരുന്ന് ചെയ്യുകയാണ്. അങ്ങനെ സ്കൂൾ ഹോംവർക്കൊക്കെ ചെയ്തതിന് ശേഷം കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി. എൻ്റെ സുന്ദരക്കുട്ടൻ കുളിച്ച് സുന്ദരനായി കേട്ടോ. അവൻ നല്ല സെറ്റായി വന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇടിയപ്പം കഴിക്കാനായിട്ട്. അപ്പോൾ ഇറച്ചിക്കറി സെറ്റായി. പിന്നെ ആ കൊഴുക്കട്ട എന്തായെന്ന് കണ്ടോ ഗൈസ്, ഞാനും ഇക്കായി കൂടി പകുതി എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ ഷോപ്പിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇക്ക സ്കൂട്ടിയും കൊണ്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലോട്ട് പോണു. അപ്പം ടാറ്റാ ബൈ.